ആര്യാസ് വേൾഡ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ മോഡൽ വെള്ളി പാദസരം ഫാൻസി ടൈപ്പിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ബോൾ ചെയിൻ ആണ്. ഈ ബോൾ ചെയിന് മീറ്ററിന് 12 രൂപയാണ് വില വരുന്നത്. എല്ലാ നിറത്തിലുള്ള ബോൾ ചെയിനും കിട്ടും. നമ്മളിവിടെ വാങ്ങിയിട്ടുള്ള സിൽവർ കളർ ബോൾ ചെയിനാണ്. 1 മീറ്റർ വാങ്ങിയാൽ തന്നെ 2 കാലിലേക്കുള്ള പാദസരത്തിനുള്ളത് ഉണ്ടാവും. ആദ്യം തന്നെ കാലിൻ്റെ അളവ് എടുത്തിട്ട് 4 പീസ് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഒരേ നീളത്തിനുള്ള 4 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു കാലിലേക്കുള്ള പാദസരത്തിന് 4 പീസ് വെച്ച് 2 കാലിലേക്കും 8 പീസാണ് മുറിച്ചെടുക്കേണ്ടത്. മുറിക്കൽ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിക്കലാണ്. ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന ഗമ്മ് B7000 ഗമ്മാണ്. ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗമ്മാണ് B7000. ഒരു ബോൾ ചെയിൻ്റെ ഒരു സൈഡിലായിട്ട് ഗമ്മ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ തമ്മിൽ ചേർത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. താഴെ വരെയും അതുപോലെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഓരോ പ്രാവശ്യവും ഗമ്മ തേക്കുക, എന്നിട്ട് ചേർത്തൊട്ടിക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ 4 പീസും ഇതുപോലെ ഗമ്മ തേച്ച് ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുന്ന സമയത്ത് വളവും തിരിവും ഒന്നും വരാതെ കറക്റ്റ് നേർരേഖയിൽ തന്നെ ഇതുപോലെ തന്നെ വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കാലിലിടുമ്പോൾ വൃത്തികേടായിട്ട് കിടക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച 4 പീസും തമ്മിൽ ഇതുപോലെ പരത്തി ഒട്ടിച്ചെടുക്കുക. ഞാനിതാ നന്നായി വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നോക്ക്, നമ്മുടെ വെള്ളി പാദസരത്തിൻ്റെ അതേ ലുക്കല്ലേ ഒട്ടിച്ച് വന്നപ്പോൾ. ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു ഇത് അധികം കാലം കിട്ടും, പെട്ടെന്ന് നാശമായി പോലെ കളർ ഫെയ്ഡ് ആവില്ലേന്ന്. എന്തായാലും ഒരു 2 മാസം കിട്ടുള്ളൂ. ഫാൻസി സാധനമല്ലേ, അത്രേ നിൽക്കുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ബോൾ ചെയിൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സൈഡ് 2 അറ്റം ഒന്ന് നന്നായിട്ട് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക. പിന്നെ ഒരു ഐപ്പിൻ എടുത്തിട്ട് ഈ 2 സൈഡിലും ഓരോ ഐപ്പിനൊന്ന് ഗമ്മ തേച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ കുത്തനെ തന്നെയാണ് ഐപ്പിന് വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ള ഐപ്പിന് വേഗം ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നെറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ വരുന്ന സോഫ്റ്റ് നെറ്റാണ്. ഈ നെറ്റ് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഗമ്മ തേച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാക്സ് സ്ട്രിപ്പ് പേപ്പറൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ച് കാണുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ നെറ്റ് ഉപയോഗിക്കുന്നത്. നെറ്റ് ഉപയോഗിച്ചാലും മതി, വേഗം പറഞ്ഞു പോരൊന്നുമില്ല. നെറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുക, പെട്ടെന്നൊന്നും കാണുമൊന്നുമില്ല. സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അടുത്തത് നമ്മൾ ഈ ഐപ്പിന്നിൻ്റെ 2 സൈഡിലും 2 ഐപ്പിന്നിലും ഓരോ ജംറിങ് വെച്ച് കൊടുക്കുക. ഇനി പാദസരത്തിൻ്റെ ശരിക്കും ലുക്ക് വരണമെങ്കിൽ ഇതുപോലത്തെ ഹുക്ക് വേണം അല്ലേ. ഇങ്ങനത്തെ ഹുക്കിന് ജോഡിക്ക് 20 രൂപയാണ് ഷോപ്പിൽ വില വരുന്നത്. ഈ ഹുക്ക് നമ്മുടെ ജംറിങ്ങിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു സൈഡിൽ മാത്രമേ ജംറിങ് കൊടുത്തുള്ളൂ, മറ്റേ സൈഡിൽ കൊടുക്കാൻ വിട്ടുപോയി. ഇത് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ഊരിയിട്ട് പിന്നെ ജംറിങ് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പാദസരം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റത്തെ പണിയുള്ളൂ. നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. ഒരു 40 രൂപേൻ്റെ ഉള്ളിലേ ചിലവ് വരുള്ളൂ, അത്രേ ഉള്ളൂ. നല്ല ഭംഗിയാണ് ഇട്ടിട്ട്. ഞാൻ ഇട്ടും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഇടാനൊക്കെ പറ്റുമോ എന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട്ടും കൂടെ കാണിച്ചു തരുന്നതാണേ. 2 സൈഡിലും ജംറിങ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള ജംറിങ് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൊളുത്തുനിന്ന് വേഗം ഊരിപ്പോരും. അപ്പോൾ നമ്മുടെ പാദസരത്തിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വെള്ളി പാദസരത്തിൻ്റെ അതേ ലുക്കില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. കൂടാതെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മോളുടെ വകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.